നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രത്തോടായി ചെയ്ത പ്രസംഗം, അതായത് ഈ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗം എല്ലാവരും നോക്കിയിരുന്നു. ഞാനും അത് വളരെ കൂലങ്കഷമായിട്ട് ശ്രദ്ധിച്ചു. കാരണം പല കാര്യങ്ങൾ കൊണ്ടും ഇപ്രാവശ്യം പ്രധാനമന്ത്രി എന്ത് പറയും എന്നുള്ളതിനെ അതിനെക്കുറിച്ച് എന്ത് പറയും, ഓരോ കാര്യങ്ങളുണ്ടായതിനെക്കുറിച്ച് എന്ത് പറയും എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷേ അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പാസിംഗ് റിമാർക്ക് പോലെ അങ്ങ് പോയതല്ലാതെ അതിലൊന്നും കണ്ടില്ല. സാധാരണഗതിയിൽ ശ്രീ നരേന്ദ്രമോദിയിൽ കാണുന്ന ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒന്നും ഇന്നലത്തെ പ്രസംഗത്തിൽ കാണാനില്ലായിരുന്നു. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ലേഖനം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ശ്രീ ഹരീഷ് ഖാരെ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം ട്രിബ്യൂണിൻ്റെ എഡിറ്റർ ഇൻ ചീഫാണ്. അത് ദ വൈറൽ ഇന്നലെ അദ്ദേഹം എഴുതിയ ഒരു ലേഖനമുണ്ട് വന്നത്. അത് ഇന്നലെ വൈകുന്നേരം 4:13 ആണ് ആ ലേഖനം പുറത്തു വന്നത്. ആ ലേഖനം ഒരുപാട് ശ്രദ്ധയാകർഷിക്കുന്ന കാര്യങ്ങൾ അതിൽ ശ്രീ ഹരീഷ് ഖാരെ ചൂണ്ടിക്കാട്ടി. അതായത് ശ്രീ ഹരീഷ് ഖാരെ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗത്തിന് സാധാരണ കാണുന്ന ഒരു മോജോ എന്ന് പറയുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആത്മധൈര്യം എന്ന് പറയാം. അതുപോലെ മുറയിൽ അതും ആത്മധൈര്യമാണ്. അത് ആ മുറയിലും ഇല്ല, മോജോയും നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ 13ാമത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം എന്ന് ഹരീഷ് ഖാരെ എഴുതി. എന്നിട്ട് ഹരീഷ് ഖാരെ അതിനെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ തന്നെ കൂലങ്കഷമായിട്ട് ആ സബ്ജക്റ്റ് ഡീൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന്, ഒന്ന്, 3 കാര്യങ്ങൾ കൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം. ഒന്നാമത്തെ കാര്യം, ഈ നമ്മുടെ ജൻസിയുടെ ഒരു പ്രക്ഷോഭം നടത്തിയല്ലോ ഡൽഹിയിൽ, ജന്തർ മന്ദറിൽ, അതായത് CJPയുടെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരെണ്ണം നടത്തി. അതിനെ തുടർന്ന് ജൂലൈ 20-ാം തീയതിയും 21, 22, 3 ദിവസം ഈ കുട്ടികളെയും യുവാക്കളെയൊക്കെ തല്ലി ചതച്ചു പോലീസ്. അത് നമ്മുടെ അമിത്ഷായുടെ പോലീസാണ് തല്ലി ചതച്ചു. പോലീസാണെന്ന് പറയപ്പെടുന്നു. അത് കുറേ പേര് പറയുന്നു ഗുണ്ടകളാണ്, വെളിയിൽ നിന്ന് വന്നവരാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും ശരി, തല്ലി ചതച്ചെന്നുള്ളതും ഒരുപാട് പേർക്ക് പരിക്കേറ്റെന്നുള്ളതും ഒരു സത്യമാണ്. യുവാക്കളുടെയൊക്കെ മുകളിൽ, അതായത് നമുക്ക് ഈ തോക്കുണ്ടല്ലോ അത് ഉപയോഗിച്ച് വെടിവെച്ചിട്ടുണ്ട്, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ച് ഷോക്ക് അടിപ്പിച്ചു. അതൊക്കെ സാധാരണ വലിയ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ അമർത്താനും അമർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട് പുറത്തുള്ള പോലീസുകാർ, ബ്രിട്ടീഷ് പോലീസും അമേരിക്കൻ പോലീസും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഇലക്ട്രിക് ബാറ്റൺ എന്ന് പറയുന്നത്. അത് തൊട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഷോക്ക് ഉണ്ടാവും, സ്റ്റില്ലായിട്ട് നിന്ന് പോകും. അങ്ങനെയുള്ള അത് ഉപയോഗിച്ചതായിട്ട് വന്നു. പിന്നെ അടുത്ത 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ രാമക്ഷേത്രത്തിൽ, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടത്തിയ ഒന്ന് നടന്ന കൊള്ളയാണ്. കൊള്ളയെന്ന് പറഞ്ഞാൽ ഒരുപാട് പണം അവിടുന്ന് അടിച്ചു മാറ്റി, വിശ്വാസികളുടെ പണം പല വിധത്തിൽ. ആ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മുതൽ, അതിൻ്റെ സ്ഥലം വാങ്ങിയത് മുതൽ, അതിന് പല എടുത്തും സ്ഥലം വാങ്ങിയല്ലോ, അതിനൊക്കെ കോടിക്കണക്കിന് രൂപയാണ് അതിൽ നിന്നെല്ലാം അഴിമതി നടത്തി അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്, വ്യാപകമായിട്ടുള്ള പണം. അതിൻ്റെ ആ പിരിച്ച പണത്തിൻ്റെ ഒരു 10-1 പോലും ഇതിനുപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ബാക്കി പണം എവിടെ പോയെന്നുള്ളത്. പിന്നെ ഇവിടെ വിശ്വാസികൾ അവിടെ കൊടുക്കുന്ന പണം അതൊക്കെ കോടിക്കണക്കിനാണ് അടിച്ചു മാറ്റി. ഒരു ദിവസം ഒക്കെ ഒരു 25 ലക്ഷം രൂപ 50 ലക്ഷം രൂപ വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ അവിടുന്ന് പണം പോയതിൻ്റെ കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ 3 കാര്യങ്ങളെക്കുറിച്ച് ഉള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ പ്രധാനമന്ത്രി എന്തൊക്കെ ഇതിനെക്കുറിച്ച് പറയും എന്നുള്ളതുണ്ടായിരുന്നു. സാധാരണഗതി പറയുന്ന 2 കാര്യങ്ങളെന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ, വികസിത ഭാരതം. അതായിരുന്നു കുറേ നാൾ. അതായത് ഈ കഴിഞ്ഞ 14 വർഷത്തിന് മുമ്പ് ഇവിടെ 2014 മുമ്പ് ഒരു വികസനവും ഇല്ലായിരുന്നു. വളരെ ഇവിടെ ദാരിദ്ര്യമായിട്ട് കിടന്നതാണ്.
ഇദ്ദേഹം വന്നതിന് ശേഷം കയറി അങ്ങ് വികസിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ട് കേട്ട് ആളുകൾ ജനങ്ങൾ മടുത്തു തുടങ്ങി എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് തന്നെ മനസ്സിലായി കാണും. പിന്നെ ആത്മനിർഭർ, ആ നിർഭർ പറഞ്ഞ് അതും ഒരു വഴിക്കായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി എന്ന് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അജണ്ടകൾ, അതേപോലുള്ള വർത്തമാനങ്ങൾ, ഇതൊക്കെ അങ്ങ് വളരെ കുറച്ച് വെച്ചു കേട്ടോ. ഏതാണ്ട് ജെൻസി യുവജനങ്ങളെ ഏതാണ്ട് കുറച്ച് അംഗീകരിക്കുന്ന വിധത്തിൽ കുറച്ച് ഒരു പ്രഖ്യാപനങ്ങൾ നടത്തി. അത് പകുതി നിറഞ്ഞ ഗ്ലാസ്സിനെ കഴിയും പകുതി കാലിയായ ഗ്ലാസ് എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് ആ കാഴ്ചപ്പാട് വന്നത്. എന്തായാലും ശരി, അതായത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് പണ്ടത്തോട്ടുള്ള ഒരു ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒന്നുമില്ലായിരുന്നു. അത് ഇല്ല എന്നുള്ളതാണ് ഈ ഹരീഷ് ഖാരെയും വ്യക്തമാക്കിയേക്കുന്നത്. വളരെ വിശദമായിട്ട് ഉള്ള ഒരു ലേഖനമാണ്. അതിനകത്ത് അത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ക്യാപിറ്റലിസത്തിലേക്കുള്ള പോക്ക്, അതിനെക്കുറിച്ച് പോലും, അതായത് ശതകോടീശ്വരന്മാരുണ്ടല്ലോ 1-2 പേര്, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നെക്കുറിച്ച്, അതിനെക്കുറിച്ചൊന്നും ഇപ്പം നമ്മുടെ രാജ്യത്തിന് ഈ രീതിയിലുള്ള ഉയർച്ചയുണ്ട്, ഇതുപോലെ ക്യാപിറ്റലിസത്തിൽ ആ രീതിയിലുള്ള വർത്തമാനമൊന്നും വന്നില്ല. അതാണ് ഒരു വലിയ കാര്യം. പിന്നെ അതുപോലെ തന്നെ ജാതിമത ഭേദം, അതിനെക്കുറിച്ച് ഉള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ളത് ഒന്നും വന്നില്ല. പിന്നെ ആകെപ്പാടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ നക്സലിസത്തിനെ അടിച്ചമർത്താൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നക്സലിസം എന്ന് പറയുന്നതും ഇനി മാവോയിസത്തിനെ ആയിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ട്രിബ്യൂട്ട്, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ അമിത്ഷായ്ക്ക് കൊടുത്ത ഒരു ട്രിബ്യൂട്ടായിട്ട് വേണം കണക്കാക്കാനെന്നാണ് ഹരീഷ് ഖാരയുടെ അഭിപ്രായം. അത് നക്സലിസം അമർച്ച ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രഖ്യാപനങ്ങൾ. അല്ലാതെ ഇനിയിപ്പം നമ്മുടെ രാജ്യം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നെന്നും വികസിത ഭാരതമൊക്കെ ഒരു പഴങ്കഥയായിട്ട് മാറി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം കോരിത്തരുന്ന പഴങ്കഞ്ഞി, അതായത് പ്രധാനമന്ത്രി കോരിത്തരുന്ന പഴങ്കഞ്ഞിയേക്കാൾ കൂടുതൽ ഇന്നത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വളരെ സ്വാദിഷ്ടമായ ആരോഗ്യപ്രദമായ ഏതെങ്കിലും ആഹാരങ്ങളാണ്. ഈ പഴങ്കഞ്ഞി വലിയ താല്പര്യമില്ല എന്ന്. ഇത് കാരണം പഴങ്കഞ്ഞിന്ന് അത് പിന്നെ പറയാൻ അതുപോലെ ആയിപ്പോയി എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വികസിത ഭാരതവും ആത്മനിർഭർ ഒക്കെ അങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ് ഹരീഷ് ഖാരെ പറഞ്ഞത്. ഈ ഹരീഷ് ഖാരയുടെ ലേഖനം ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട, ആത്മധൈര്യം നഷ്ടപ്പെട്ട ഒരു നരേന്ദ്രമോദിയാണ് പതിവില്ലാത്തതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ 13ാം പ്രസംഗത്തിലെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാനും ശ്രദ്ധിച്ചു.